പിതാവിൻ്റെ മരണത്തിന് പിന്നാലെ മമ്മൂട്ടി തന്നെ വിളിച്ചിരുന്നുവെന്ന് ഷൈൻ ടോം ചാക്കോ. ഈയടുത്താണ് ഷൈനും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത്. അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരണപ്പെട്ടു. ഷൈനും അമ്മയ്ക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആ സമയത്ത് മമ്മൂട്ടിയുടെ കോൾ തനിക്ക് ഊർജം നൽകുന്നതായിരുന്നുവെന്ന് ഷൈൻ പറയുന്നു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഷൈൻ മനസ്സ് തുറന്നത്. മമ്മൂക്കയോട് ഞാൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ നടന്ന് ഡാഡി പോയി എന്ന്. മമ്മൂക്ക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. എന്നിട്ടും എനിക്ക് എനർജി തന്നു. എടാ, നീ അത്ര പ്രശ്നക്കാരനായൊരു കുട്ടിയൊന്നുമല്ല, ഇത്തിരി കുറുമ്പുണ്ടെന്നേ ഉള്ളൂ, അതൊന്ന് മാറ്റിയാൽ മതിയെന്ന് മമ്മൂക്ക പറഞ്ഞു. നമുക്ക് പടം ചെയ്യണമെന്നും പറഞ്ഞു. മമ്മൂക്കയും വേഗം വാ, നമുക്ക് പടം ചെയ്യാമെന്ന് ഞാനും പറഞ്ഞു. എല്ലാം ശരിയാകും, ഒന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട, നമ്മൾ മാറി മുന്നോട്ട് പോവുക, ബാക്കിയെല്ലാം പിന്നാലെ വന്നോളുമെന്നും മമ്മൂക്ക പറഞ്ഞു. പിഷാരടിയും ചാക്കോച്ചനും കാണാൻ വന്നപ്പോഴാണ് മമ്മൂക്കയുമായി സംസാരിക്കുന്നത്. പിഷാരടിയാണ് മമ്മൂക്കയെ വിളിച്ചു തരുന്നത്. ഞാൻ മെസ്സേജ് അയച്ചിരുന്നുവെന്ന് മമ്മൂക്ക പറഞ്ഞു. ഞാൻ ഫോണൊന്നും നോക്കിയിരുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ മമ്മൂക്കയുടെ മെസ്സേജ് കണ്ടു. നേരത്തെ കൊക്കെയിൻ കേസ് ജയിച്ച സമയത്തും മമ്മൂക്കയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഗോഡ് ബ്ലസ് യു എന്നായിരുന്നു മമ്മൂക്ക അന്ന് മെസ്സേജ് അയച്ചതെന്നും താരം പറഞ്ഞു. ഞാൻ ആലോചിക്കാറുണ്ട് മമ്മൂക്കയ്ക്ക് ഇതെങ്ങനെ സാധിക്കുന്നുവെന്ന്. ഞങ്ങൾ സ്ഥിരമായി മെസ്സേജ് അയക്കുകയോ ഫോണിലൂടെ സംസാരിക്കുകയോ ചെയ്യുന്നവരല്ല. എനിക്ക് മെസ്സേജ് അയച്ചിട്ട് മമ്മൂക്കയ്ക്കൊരു ഹായ് ഒന്നും കിട്ടാനില്ല എന്നും ഷൈൻ പറയുന്നു. എന്നാൽ കൃത്യമായ സമയത്ത് നമ്മൾക്ക് എനർജി തരുന്നൊരു മെസ്സേജ് അയക്കും. നമ്മൾ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ കൃത്യമായി മറുപടി നൽകുകയും ചെയ്യുമെന്നും ഷൈൻ മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നു. തൻ്റെ പിതാവിൻ്റെ മരണത്തിനിടയാക്കിയ കാർ ആക്സിഡൻറ്റിനെക്കുറിച്ചും ഷൈൻ മനസ്സ് തുറന്നിരുന്നു. പിതാവിൻ്റെ മരണത്തിന് മുൻപ് വരെ മറ്റുള്ളവരുടെ മാതാപിതാക്കളുടെ മരണം തനിക്ക് വെറും വാർത്തകൾ മാത്രമായിരുന്നു. എന്നാൽ അച്ഛൻ്റെ മരണം ജീവിതത്തിൽ വലിയ തോതിൽ ദുഃഖം സമ്മാനിച്ചുവെന്നും പിതാവിൻ്റെ മരണത്തോടെ ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് അമ്മയ്ക്കാണെന്നും ഷൈൻ കൂട്ടിച്ചേർത്തു.